ഇത് 2017 RX-T ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, സിസ്റ്റം ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ബഡ്ജറ്റ് സെഗ്മെന്റ് CVT കൊടുക്കാൻ 2014 CVT മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പ് വെറും 44,000 കിലോമീറ്റർ. അത് നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാം അല്ലേ? 2,99,000 കൊടുക്കുന്നേ. മാനുവലിന് പോലും കിട്ടില്ലാത്ത വിലയ്ക്ക് 100% ഫിനാൻസ് ഇട്ട് കൊടുക്കാം. Elite i20 ലാസ്റ്റ് ഷേപ്പ്. ഓക്കെ, Elite i20 52,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 2022 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ 53,000 കിലോമീറ്റർ. 4 സിലിണ്ടർ ഭയങ്കര ഡിമാൻഡാണ്. ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി. വണ്ടി നല്ല ക്വാളിറ്റി. 2030 വരെ പേപ്പർ, സിംഗിൾ ഓണർഷിപ്പ്. CVT ഓട്ടോമാറ്റിക് ആണ്. CVT ഓട്ടോമാറ്റിക് 2019 ലാസ്റ്റ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നന്ദകുമാർ. ഞാൻ സെക്കൻഡ് ചോയ്സിലാണ്. എല്ലാവർക്കും അറിയാം, അത്യാവശ്യം ക്വാളിറ്റിയുള്ള കാറുകൾ ലോ പ്രൈസിൽ കിട്ടുന്ന സ്ഥാപനമാണ്. നമ്മുടെ ഒരു ആഴ്ചയോട് വീടിനോട് സ്വാഗതം. അപ്പം നമ്മുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടല്ലേ? എല്ലാം സ്റ്റോക്കൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓട്ടോമാറ്റിക് കളക്ഷൻസ് വന്നിട്ടുണ്ട്. 2 ലക്ഷം തൊട്ട് ഒരു 3 ലക്ഷം കഴിയാത്ത ഒരു 3-4 വണ്ടി നമുക്ക് ഓട്ടോമാറ്റിക് നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. ബഡ്ജറ്റ് കാറുകളും മിഡിൽ സെഗ്മെന്റ് എല്ലാം വരുന്നുണ്ട്. മിക്സ് ആയിട്ടല്ലേ വരുന്നത്. ലോൺ സ്റ്റാർട്ട് 2013 സ്റ്റാർട്ട് ചെയ്യും. പിന്നെ വാറണ്ടി നമ്മൾ 17 തൊട്ട് 19 തൊട്ട് ഫുൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം, കഴക്കൂട്ടം, കുളത്തൂർ, UST ഗ്ലോബൽ ജസ്റ്റ് ഓപ്പോസിറ്റ് സർവീസ് റോഡാണ് വരുന്നത്. നമ്മുടെ ആൽസാജിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വരും. അപ്പോൾ അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും. ചേട്ടാ, നമുക്ക് ഫസ്റ്റ് ഒരു കിറ്റിന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓട്ടോമാറ്റിക്കിന് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ എങ്ങനെ ഇത് 2017 RX-T ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 47,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അതെ, ടയർ 4 ഫുൾ കണ്ടീഷൻ. ടയർ ഒരു 80% ടയർ ഉണ്ടല്ലോ. അതെ അതെ. ഓക്കെ, നീറ്റാണ്. 1 ലിറ്റർ ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് 1 ലിറ്റർ ആണ് വരുന്നത്. RX-T അല്ലേ കേട്ടോ? RX-T ഓപ്ഷൻ. എയർ ബാഗും വരുന്നുണ്ട്. ഓക്കെ, ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ്, മെയിൻറ്റൈൻഡ് ആണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ, ടച്ച് സ്ക്രീൻ, 2 ഡോർ പവറിന്റെ പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, ABS എല്ലാം വരുന്നു. ABS വരുന്നില്ല. ഓക്കെ, എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ, നല്ല വണ്ടിയല്ലേ? ക്ലീൻ ആയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ചേട്ടാ, അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 2,68,000 രൂപ. 2,68,000 രൂപ. ഓക്കെ, ഫിനാൻസ് എങ്ങനെ? ഫുൾ ലോൺ കയറുമോ? ഫിനാൻസ് ഏകദേശം 240 വരെ എടുക്കാൻ പറ്റും. അപ്പോൾ രാജേട്ടാ, നെക്സ്റ്റും ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ബഡ്ജറ്റ് സെഗ്മെന്റ്. CVT കൊടുക്കാൻ 2014 CVT മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പ് വെറും 44,000 കിലോമീറ്റർ. വണ്ടി 1515 അല്ലേ? ഞാൻ തന്നെ കൊടുത്ത വണ്ടി ആണോ? എങ്ങനെയാ ഡീറ്റെയിൽസ് എങ്ങനെയാ? ഇത് XV പ്രീമിയം ആണ്. ഓട്ടോമാറ്റിക് CVT 41,000 കിലോമീറ്റർ. 2014. അതെ, 14. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയറിന് ചെറിയൊരു ഓബ്ലിംഗ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഓടാതെ കിടന്നതിന്റെ ഒരു ടയറാണോ? ഒരു ടയർ. ബാക്കിയെല്ലാം ടയർ ഓക്കെ. അലോയ്സ് എല്ലാം വരുന്നുണ്ട്. പുഷ്പ ഏറ്റവും ടോപ്പ് കൺട്രോൾ എല്ലാം വരുന്ന ടൈപ്പ്. സീറ്റ് വർക്ക് നീറ്റ് ആട്ടോ. നീറ്റ് ഇപ്പോൾ ചെയ്തോളൂ. നീറ്റ് ക്ലീൻ ആയിട്ടുണ്ട്. ഇൻബിൽറ്റ് സീറ്റോ, ഓട്ടോമാറ്റിക് AC, 4 പോയിന്റ് പവർ സ്റ്റിയറിംഗ്, ഇൻബിൽറ്റ് എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട്. CVT ആണ്. CVT ഓട്ടോമാറ്റിക് ആണ്. ലാഗൊന്നും വരില്ല. പെർഫോമൻസ് സൂപ്പർ ആയിരിക്കും. പിന്നെ നിസാൻ ആകുമ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. വേറെ നോക്കാനില്ല അല്ലേ? നല്ല വണ്ടികൾ നോക്കുന്നവർക്ക് നോക്കാം അല്ലേ? വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി നോക്കുന്നവർക്ക് നോക്കാം. അതെ. ഇപ്പം എങ്ങനെയാണ് പ്രൈസ്? ഇത് നമുക്ക് 2,90 കൊടുക്കാം. 2,90. ഓക്കെ, ഫിനാൻസ് എത്ര കയറും? ഇതും ഫിനാൻസ് ഏകദേശം 2.7 വരെ എടുക്കാൻ പറ്റും. 270 വരെ കിട്ടും. രാജേട്ടാ, നെക്സ്റ്റ് നമുക്ക് അൺബീറ്റബിൾ പ്രൈസ് കൊടുക്കുന്ന സെലീരിയോ ഓട്ടോമാറ്റിക് 2017 സിംഗിൾ ഓണർ. 2017 സിംഗിൾ ഓണർഷിപ്പ്. VXI ഓട്ടോമാറ്റിക് 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാം അല്ലേ? 2,99,000 കൊടുക്കുന്നേ. മാനുവലിന് പോലും കിട്ടില്ലാത്ത വിലയ്ക്ക് 100% ഫിനാൻസ് ഇട്ട് കൊടുക്കാം. 100% ഫിനാൻസ്, സിംഗിൾ ഓണർഷിപ്പ്, സെലീരിയോ VXI. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും 2 ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. 15 സീറ്റ് വെച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ടയർ കണ്ടീഷൻ നോക്കുമ്പോൾ ഒരു 80% ടയർ ഉണ്ടല്ലേ? 80% ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. ബോഡിയൊക്കെ നീറ്റാണ്. സ്ക്രാച്ചിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രൈസ്? 2,99. ഫിനാൻസ് ഫുൾ ഓപ്ഷൻ, 100% ഫിനാൻസ്. ഓക്കെ, ഡീസൽ ABS വരുന്ന മോഡൽ 15 വെറും 49,000. 50,000 കിലോമീറ്റർ ടച്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. ഓക്കെ, ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഡീസൽ അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല കേട്ടോ. ഓക്കെ, കമ്പനി സർവീസ് തന്നെയല്ലേ? കമ്പനി സർവീസ്, ഇന്റർവൽ സർവീസ് ആണെന്ന് മാത്രം. എനിക്ക് കസ്റ്റമർ NRI സ്റ്റാറ്റസ് ആണ്. ആണല്ലേ? ഓക്കെ, വണ്ടി നീറ്റാണ് കേട്ടോ. ഒന്നും പറയാനില്ല, നീറ്റ് ആയിരിപ്പുണ്ട്. ടയർ കണ്ടീഷൻ ഒരു 60% ടയർ ഉണ്ട്. ഇന്ത്യൻ കണ്ടീഷൻ നീറ്റാണ്. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ മെയിൻറ്റൈൻഡ് ആണ്. ഇതിനകത്ത് ആൻഡ്രോയിഡ് 0 ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്. 4 പോറിൻ്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരും. ABS വരും കേട്ടോ. കേട്ടോ. പക്ഷേ മൈലേജിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല. 10, 25, 22 എന്തായാലും കിട്ടത്തില്ല. 22 സുഖമായിട്ട് കിട്ടുമല്ലോ. നമ്മൾ ലോങ് പോയാൽ കുറച്ചിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാടാ? നമുക്ക് 3,90 കൊടുക്കാം. 3,90,000. 3.5 വരെ ഫിനാൻസും കൊടുക്കാം. 3 ലക്ഷം ഫിനാൻസും കിട്ടും. 3,50,000 ഒരു ഫിനാൻസ് എടുക്കാം. 3 ലക്ഷം. അതെ. ഓക്കെ, അപ്പം ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം ഹൈ ക്വാളിറ്റി ലോ കിലോമീറ്റർ വണ്ടി.
പക്ഷേ നെക്സ്റ്റ് സ്വിഫ്റ്റ് ആവശ്യക്കാർ കൂടുതലുള്ള വണ്ടി. അതെ, മാരുതിയുടെ 2022 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, 53,000 കിലോമീറ്റർ, 4 സിലിണ്ടർ. ഭയങ്കര ഡിമാൻഡാണ്. 4 സിലിണ്ടർ VXI വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ 2022 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, KL01. അതെ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ 52-53 ആവാറായിട്ടുണ്ട്. കമ്പനി സർവീസിനാണല്ലോ. കമ്പനി സർവീസ്. ഇന്റർ കണ്ടീഷൻ സീറ്റ് വർക്കുണ്ട്, നീറ്റ് ആണ് കേട്ടോ. അതിനകത്ത് ഇൻബിൾട്ട് സീറ്റ് വരുന്നുണ്ട്, AC വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഓട്ടോ പവറിന്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ടല്ലോ. ഫുൾ കവർ ഇൻഷുറൻസ്, 4 ബ്രാൻഡ് ന്യൂ ടയർ. ഓക്കെ. പുത്തൻ ടയർ, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, അതിന്റെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം എങ്ങനെയാണ് പ്രൈസ്? ഇത് 5,70,000 കൊടുക്കും. 5,70,000. ഓക്കെ. ഫിനാൻസ് ഏകദേശം 5.5 വരെ എടുക്കാൻ പറ്റും. എ സ്റ്റാർ ഓട്ടോമാറ്റിക്, ബഡ്ജറ്റ് ഓട്ടോമാറ്റിക്, 2012 സെക്കൻഡ് ഓണർ, 75,000 കിലോമീറ്റർ. ഓക്കെ. VXI വിത്ത് ABS വരുന്ന മോഡൽ. കമ്പനി സർവീസ് അല്ല. ഓക്കെ. വണ്ടി നീറ്റാണ്. എ സ്റ്റാർ ഓട്ടോമാറ്റിക് ABS അല്ലേ? ഇതിപ്പോൾ ഫുൾ കോട്ട് പെയിന്റ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് വേറെ അടുത്ത വർഷം ഒന്നും റിന്യൂവൽ വേറെ. ഇന്റർ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ട് നീറ്റാണ്. ഇതിനകത്ത് ഇൻബിൾട്ട് സീറ്റ് വരുന്നുണ്ട്, 4 പവറിന്റെ പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്കും വരുന്നുണ്ടല്ലോ. സെൻട്രൽ ലോക്കും വരുന്നുണ്ട്. ഓക്കെ. ടയറും അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉണ്ട്. വണ്ടി കുഴപ്പമില്ല, പുതിയ ടയറല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ്? ഇത് നമുക്ക് 1,95 കൊടുക്കാം. 1,95. ഓട്ടോമാറ്റിക്. Elite i20 ലാസ്റ്റ് ഷേപ്പ്. ഓക്കെ. Elite i20 52,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. ഓക്കെ. പെട്രോള് ഇറ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. ഇറ ബേസ് വേരിയന്റ് അല്ലേ ഏട്ടാ? ബേസ് വേരിയന്റ്. ഓക്കെ. അലോയ്സ് വരില്ല എന്നേ ഉള്ളൂ. അല്ല, അലോയ്സ് വരില്ല അല്ലേ? മാഗ്നയ്ക്ക് പോലും അലോയ്സ് വരുന്നില്ല. ടയർ കണ്ടീഷൻ ഒരു 80% ടയർ ഉണ്ട് കേട്ടോ. വണ്ടി നീറ്റാണ്, ക്ലാച്ചസ് ഒന്നുമില്ല. ഓക്കെ. ഇതിനകത്ത് സീറ്റ് ഫാബ്രിക് ആണ്, മെയിൻറ്റെയിൻ. അതിനകത്ത് 2 ഡോർ പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ് വരുന്നുണ്ട്, സോണിയുടെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്, AC അത്യാവശ്യം ബേസ് ആയിട്ട് ഫീച്ചർ ഉണ്ടല്ലോ കേട്ടോ. അല്ല, എയർ ബാഗ് ABS എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്കിൽ ആ 2 ഡോർ പവറിൻ്റെ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹ്യുണ്ടായി പൊതുവെ അങ്ങനെ അത്യാവശ്യം ഫീച്ചേഴ്സ് കൊടുക്കാറുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇത് 4,20,000 രൂപ എടുക്കാം. 4,20,000 100% ഫിനാൻസ് ഇട്ട് കൊടുക്കാം. ഫുൾ ഫിനാൻസ്. 19 മോഡലല്ലേ? 2019 സിംഗിൾ ഓണർഷിപ്പ്. വെറും കിലോമീറ്റർ 52. ഓക്കെ. ചേട്ടാ, നമ്മുടെ i20 ഇത് മൈലേജ് ഒരു 13-14 റേഞ്ച് കിട്ടുന്നില്ല. Eliteന് അത്ര മൈലേജ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഒരു എന്താ ക്വാളിറ്റി ഉള്ള സ്വിഫ്റ്റ് അല്ലേ? ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി. എങ്ങനെയാണ് ഡീൽസ് വരുന്നത്? 2005 2030 വരെ പേപ്പർ. 5 വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഇതിപ്പോൾ ഈ റിന്യൂവലിന് പേൾ വൈറ്റ് ആക്കിയിട്ടുണ്ട് കളർ. ഓക്കെ. ഹൈ ക്വാളിറ്റി വണ്ടി. ടയർ 4 പുത്തൻ ടയറുണ്ട്, അലോയ്സ് വരുന്നുണ്ട്. ZXi ആണ് വേരിയന്റ്. ZXi. എയർ ബാഗ്, ABS, ക്ലൈമറ്റ് കൺട്രോൾ, ബാക്ക് വൈപ്പർ, ഡീഫോഗർ. രണ്ട് വണ്ടിയാണ്. ABSന്റെ ഒരു വാണിംഗ് ലൈറ്റ് കിടക്കുന്നുണ്ട്. ABSന്റെ വാണിംഗ് ലൈറ്റ്. ചേട്ടാ, ഇത് കിലോമീറ്റർ എത്രയായി? 1,80,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. ഫുൾ കമ്പനി സർവീസ്. ഓക്കെ. ഫുൾ കമ്പനി സർവീസ് ആണെങ്കിൽ വണ്ടി പക്കയായിട്ടിരിക്കും. പക്ക വണ്ടി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഒന്നുമില്ല, എല്ലാം നല്ല ടയറെല്ലാം ഫുൾ കണ്ടീഷൻ, അലോയി എല്ലാം പക്ക. 2030 വരെ പേപ്പറുണ്ട്. 2030 വരെ പേപ്പറും കിടക്കുന്നു. സിംഗിൾ ഓണറിലല്ല ഇത്രയും നാൾ നിന്നാണ്. അതെ. അപ്പോൾ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ട്. ചേട്ടാ, അപ്പോൾ പ്രൈസ് എങ്ങനെയാണ്? ഇത് 1,50,000 രൂപ. 1 ലക്ഷം രൂപ. വില ഒട്ടും കൂടുതലൊന്നുമല്ല. എന്ന് വെച്ചാൽ നല്ല വില കൊടുത്ത് മേടിക്കുന്നുണ്ട്. നമ്മുടെ ജീപ്പിന് എക്സ്ചേഞ്ച് വന്നാൽ ജീപ്പ് പോകുമ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും വില കൊടുത്ത് വാങ്ങിച്ചതാ? അതെ. ഓക്കെ. പോളോ വെറൈറ്റി 2016 പോളോ പെട്രോൾ ആണ്, ഹൈലൈൻ ആണ്, ഏറ്റവും ടോപ്പ് എൻഡ് ഹൈലൈൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ്, 41,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. സർവീസ് ഇപ്പോൾ കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് 2 പുതിയ ടയർ കാര്യങ്ങളുണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് പുത്തൻ ടയറുണ്ട്, ബാക്കിലൊരു 50%. ഓക്കെ. ഇന്റർ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നീറ്റാണ്, മെയിൻറ്റെയിൻ ആണ്. അത് ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട്. ഓക്കെ. കാരണം ഹൈലൈൻ ആണ്, ടോപ്പ് എൻ്റെ വണ്ടി. അതിൻ്റെ ആ സമയത്ത് ടോപ്പ് എൻ്റെ വെക്കും. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്ക് 4,90 കൊടുക്കാം. 4,90. അതെ. ഫിനാൻസോ? ഫിനാൻസ് ഏകദേശം ഒരു 4.25 വരെ ഫിനാൻസ് എടുക്കാം. ചേട്ടാ, നെക്സ്റ്റ് ഡസ്റ്റർ. CVT ഓട്ടോമാറ്റിക് ആണ്. CVT ഓട്ടോമാറ്റിക്. 2019 ലാസ്റ്റ് പ്രൊഡക്ഷൻ. പെട്രോളോ ഡീസലാണോ? പെട്രോൾ. ഓക്കെ. ഓണർഷിപ്പ് തേർഡാണ്. ഓക്കെ. കിലോമീറ്റർ വരും 48,000. ഓക്കെ ചേട്ടാ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇതൊരു ഫാമിലി തന്നെ 2 പേര് അങ്ങനെ മാറിയതാണ്. ഓണർഷിപ്പിൽ അങ്ങനെ വന്നിട്ട് കമ്പനി വിട്ട ടയർ. അലോയ്സ് വരുന്നുണ്ട്, എല്ലാം വരുന്നത്. RXS എന്ന് പറഞ്ഞ വേരിയന്റ്. ഓക്കെ. എയർ കണ്ടീഷൻ നീറ്റാണ്, സീറ്റ് വർക്ക് ഉണ്ട്, നീറ്റാണ് കേട്ടോ. വണ്ടി കിലോമീറ്റർ വെറും 48 ഓടിയിട്ടുള്ളൂ. 47 സംതിങ്. എയർ ബാഗ്, ABS, ഫോട്ടോ ബോർഡ് എല്ലാം വരുന്നുണ്ടല്ലോ? എല്ലാം വരുന്നുണ്ട്. ഓക്കെ. റിവേഴ്സ് ക്യാമറ ഉൾപ്പെടെ എല്ലാം വരുന്നുണ്ട്. നീറ്റായിട്ടുണ്ട്. ഡസ്റ്റർ CVT ആകുമ്പോഴത്തേക്കും നല്ല പെർഫോമൻസ് ആണ് അല്ലേ? നല്ല പെർഫോമൻസ് ആണ്. മൈലേജ് അല്പം എന്നാലും 12 ആവറേജ് മൈലേജ് കിട്ടുന്നുണ്ട്. പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇത് 5,20,000 രൂപ കൊടുക്കാം. 5,20,000 2019 CVT. ഓക്കെ. ഫിനാൻസോ?
ഫിനാൻസ് ഏകദേശം 4.5 വരെ ഫിനാൻസ് എടുക്കാൻ പറ്റും. സിയാസ് എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇതും ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് സിയാസ്. ഓട്ടോമാറ്റിക് വൺ കളക്ഷൻ ആണല്ലേ? അതെ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 സിംഗിൾ ഓണർ, 63,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. ഓക്കെ. ആൽഫ എന്ന് പറഞ്ഞ വേരിയന്റ് ന്യൂ ഷേപ്പിൽ നിൽക്കുന്നു. ഓക്കെ, അലോയ്സ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് ആണ്. ഓക്കെ, നീറ്റാണ് വണ്ടി. സ്ക്രാച്ചിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ. ഇതിനകത്ത് കീലസ് എൻട്രി വരുന്നുണ്ട്, പുഷ് സ്റ്റാർട്ട് വരുന്നുണ്ട്. സീറ്റ് വരൊക്കെ നീറ്റാണ് കേട്ടോ. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് എസി, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾ, എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട്. എല്ലാം ഏറ്റവും ടോപ്പ് ഉണ്ട്. ലെതർ സീറ്റ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, KL01 ട്രിവാൻഡ്രം വണ്ടിയാണ്. ട്രിവാൻഡ്രം വണ്ടി സിംഗിൾ ഓണർ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇത് 6,75,000, 6,75,000. ഓക്കെ, ഇത് നല്ല അത്യാവശ്യം മൈലേജ്, കാരണം ഹൈബ്രിഡാണ്, മൈലേജും കിട്ടും. അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഓക്കെ, റോക്സ് വാഗൺ വെർട്ടസ് എങ്ങനെയാണ്? ഇത് 2023 കംഫർട്ട് ലൈൻ. കംഫർട്ട് ലൈൻ 1 ലിറ്റർ കേട്ടോ. ഓക്കെ, TSI. കിലോമീറ്റർ ഓട്ടോ? കിലോമീറ്റർ 39,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. സിംഗിൾ ഓണർ ആണല്ലോ? സിംഗിൾ ഓണർ. ഓക്കെ, ട്രിവാൻഡ്രം വണ്ടി. KL01 ട്രിവാൻഡ്രം വണ്ടി. അതെ അതെ. ഓക്കെ, TSI നീറ്റ് വേണം, വേറെ സ്ക്രാച്ചിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. മൈനോട് ഒരു സ്ക്രാച്ച് ഇല്ല. ഓക്കെ, ഇതിൻ്റെ കണ്ടീഷൻ നീറ്റ് ആണ് കേട്ടോ. സീറ്റ് വർക്ക് ഉണ്ട്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. മാനുവലാണ്. ഇൻബിൽറ്റ് സ്റ്റീരിയോ, OS, ഹോൾഡർ പോറിൻ്റെ ബോസ്, എയർ ബാഗ് എല്ലാം വരുന്നുണ്ടല്ലോ കേട്ടോ? എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ്? ഇത് 8,80,000 രൂപ കൊടുക്കാം. 8 ലക്ഷം ഫിനാൻസ് ഫിനാൻസ് കൊടുക്കാം. രാജേഷേട്ടാ, നെക്സ്റ്റ് ഹോണ്ട സിറ്റി. ഹോണ്ട സിറ്റി 2018 ന്യൂ ഷേപ്പിൽ നിൽക്കുന്നു. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വി ടോപ്പിൻ്റെ വണ്ടി. അതെ, 52,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. കമ്പനി സർവീസ് ആണ്. ഓക്കെ, ഐവി ടെക് ആണ് പറഞ്ഞത്. പെട്രോൾ കീല സെൻറ്ററിൽ വരുന്നുണ്ടല്ലോ കേട്ടോ? അതെ അതെ, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും. കീല സെൻറ്റർ, പുഷ് സ്റ്റാർട്ട് എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കണ്ടീഷൻ നീറ്റാണ്. സീറ്റ് ഓറുണ്ട്, പക്ഷേ മെയിൻറ്റൈൻ ആണ്, അടിപൊളിയായിട്ടുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, ഫോറിൻ്റെ പവർ സ്റ്റിയറിംഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്. സൺറൂഫ് ഇല്ലാന്ന് മാത്രം മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. ടയർ 5 പുതിയ ടയർ ഉണ്ട്. 5 പുത്തൻ ടയർ ഉണ്ടല്ലേ? 5 പുതിയ ടയർ. പോരാതിന് 1 ഇയർ ഹോണ്ടയുടെ സർട്ടിഫിക്കേഷൻ വിത്ത് വാറണ്ടി. ഓക്കെ, ബ്രിസ്റ്റോൺ ടയർ ആണല്ലോ കിടക്കുന്നത്? ബ്രിസ്റ്റോൺ ടയറാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ്? ഇത് 6,70,000 രൂപ കൊടുക്കുക. 6,70,000. 6,25,000 രൂപ ലോൺ എടുക്കാൻ പറ്റും നമുക്ക്. ശരി ചേട്ടാ, നമ്മൾ കാണിച്ചല്ലാതെ പഴയ സ്റ്റോക്ക് ഫോർഡ് ഫിഗോ കിടപ്പുണ്ടല്ലോ? അല്ല, ഫിഗോ ആസ്പെയർ കിടക്കുന്ന ഡീസൽ 2016 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർ, 1,13 ഓടിയ 2 പ്ലസ്. ഇത് വന്നിട്ട് നമുക്ക് 2,75,000 കൊടുക്കാം. വെർണ വന്നിട്ട് 2016 1.4 CX പെട്രോൾ, 52,000 കിലോമീറ്റർ, എയർ ബാഗ്, ABS എല്ലാം വരുന്ന മോഡലാണ്. ഇത് പ്രൈസിംഗ് വന്നിട്ട് നമുക്ക് 3,90 കൊടുക്കാം. 3,90. ഇപ്പോൾ ടാറ്റ നെക്സോൺ എങ്ങനെയാണ്? 2019 പെട്രോൾ എക്സം വേരിയന്റ്, സിംഗിൾ ഓണർ, 47,000 കിലോമീറ്റർ. ഓക്കെ, കമ്പനി സർവീസ്, പക്ക മെയിൻറ്റൈൻഡ് വണ്ടി, കമ്പനി വിട്ട ടയറാണെന്ന് മാത്രം. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 4,60,000 രൂപ. ഓക്കെ, ഫിഗോ 2014 ന്യൂ ഷേപ്പ് വരുന്ന മോഡലാണ്. പെട്രോൾ ആണ്, സെക്കൻഡ് ഓണർഷിപ്പ്, 90,000 കിലോമീറ്റർ, 1,60,000 രൂപ. എയർ ബാഗ് ഒക്കെ വരുന്ന മോഡലാണ്. ഓക്കെ, അടുത്ത സാൻഡ്രോ എങ്ങനെയാണ്? 2008 മോഡൽ, 28 വരെ പേപ്പർ വെക്കുന്ന സാൻഡ്രോ സിംഗ്, സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു, 1,20 ഓടിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 89,000 റുപ്പീസ്. ഓക്കെ, പ്രേക്ഷകരുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ WRV കാണിച്ചില്ലല്ലോ കേട്ടോ? അയ്യോ, WRV ഇല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത്. രണ്ടാമതൊന്നും WRV, ഇതും ഡെലിവറി, ഇത് സെയിലായി. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. തീർച്ചയായും.